ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നു ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കാണാനായിട്ട് ഗുരുഭവനപുരിയിലേക്ക് എല്ലാവർക്കും എന്റെ ശബ്ദം കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എത്താട്ടോ. പൊന്നുണ്ണിക്കണ്ണനെ കാണാണ്ടേ ഇന്ന് നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് പൊന്നുണ്ണി എന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ പോവാണ്. നമ്മുടെ മനസ്സിങ്ങനെ പോവാണ് അല്ലെ, കണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ കണ്ണനെ കാണാനായിട്ട്. ആ ഗുരുഭവനപുരിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ആ ഭഗവാനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മളിങ്ങനെ അതാ ആ കൊടിമരച്ചോട്ടിലൂടെ നമ്മളിങ്ങനെ കടന്ന് 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 ഗോപുരവാതിലൊക്കെ കടന്ന് നമ്മളങ്ങനെ എത്തുകയാണ്. അങ്ങനെ എത്തുമ്പോഴേക്കും നമ്മൾക്ക് അതിമനോഹരമായിട്ടുള്ള വേണുഗാനം ഇങ്ങനെ നമ്മുടെ ചെവിയിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് അല്ലെ. കേൾക്കാം നമുക്ക്. പൊന്നുണ്ണിക്കണ്ണൻ വേണു ഊതിക്കൊണ്ട് എന്ന് ഗുരുഭവനപുരിയിൽ നമ്മളെ ഭക്തജനങ്ങളെ കാത്തുകൊണ്ട് ഇങ്ങനെ കാണാനായിട്ട്, നമ്മളെ കാണാനായിട്ട് കാത്തു കാത്തു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ വേണു ഊതി ഇങ്ങനെ നിൽക്കുന്ന അതിമനോഹരമായ ആ വേണുഗാനമാണ് നമ്മളിപ്പോൾ ശ്രീലകത്ത് കേൾക്കുന്നത്. ആ പൊന്നുണ്ണിക്കണ്ണന്റെ വേണുഗാനം കേൾക്കണ്ടേ എല്ലാവർക്കും? അങ്ങനെ നമ്മളെല്ലാവരും കണ്ണനെ കാണുകയാണ് അല്ലേ. ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണന്റെ വേണുഗാനം കേൾക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിങ്ങനെ ശാന്തമാവുകയാണ്. പൊന്നുണ്ണിക്കണ്ണന്റെ വേണുഗാനത്തിലൂടെ നമ്മൾ എല്ലാം സർവം മറന്ന് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളെ നമ്മൾ അഭയം തേടുകയാണ്. ഇത്ര മനോഹരമാണ് അല്ലെ ആ വേണുഗാനം പൊഴിക്കുന്നത്, ആ വേണു ഊതുന്നത് കേൾക്കാനായിട്ട്. ശാന്തമായിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ആ വേണുഗാനം. പൊന്നുണ്ണിക്കണ്ണൻ വേണു ആലപിച്ചുകൊണ്ട്, വേണുഗാനം പൊഴിച്ചുകൊണ്ട് നമ്മുടെ സർവ ദുഃഖങ്ങളെയും മാറ്റാനായിട്ട്, നമ്മുടെ സർവവേദനകളെയും ദുരിതങ്ങളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ മാറ്റാനായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ കാത്തു നിൽക്കുന്നു. വേണു ഊതിക്കൊണ്ട് കാത്തു നിൽക്കുന്നു. തൃക്കാൽ പിണച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാം നമുക്ക്. ആ വേണുഗാനം ഇങ്ങനെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ അലയടിച്ച് അലയടിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ ദുഃഖങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ആ ദുഃഖങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് ആ പൊന്നുണ്ണിയുടെ തൃപ്പാദങ്ങളിൽ അഭയം തേടാനായിട്ട്, ആ പൊന്നു തൃപ്പാദങ്ങൾ തൊട്ട് നമസ്കരിക്കാനായിട്ട് മനസ്സിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് എല്ലാവരും വരാട്ടോ. അങ്ങനെ ആ വേണുഗാനം പൊഴിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ എന്താണ് ഭാവം? മുഖത്തെ ആ പുഞ്ചിരി കാണാം, കണ്ണിലെ ആ ദിവ്യമായ നിലവിളിച്ചത്തെ കാണാം, പൊന്നുണ്ണിക്കണ്ണന്റെ ആടയാഭരണങ്ങൾ കാണാം, കാലിലെ കാലിലെ പാദസരവും കിങ്ങിണിയും അരമണി കിങ്ങിണി കാൽത്തളകളും തോൾവളകളും ഗോപീചന്ദനക്കുറിയും പിന്നെ കയ്യിലെ പൊന്നോടക്കുഴലും ചുണ്ടിൽ ചേർത്ത് വെച്ച് ആ വേണു ഊതുന്ന പൊന്നുണ്ണിക്കണ്ണന്റെ ആ കിരീടവും കൈപ്പീലിയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ പൊന്നുണ്ണി നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാണ്, നമ്മളെ കാത്തു നിൽക്കാണ്. പൊന്നുണ്ണി ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ആ ഭഗവാൻ നമ്മളെ വരുന്നതും നോക്കി, നമ്മളിങ്ങനെ എത്തുന്നതും നോക്കി ഭഗവാൻ അതാ ആ ഗുരുഭവനപുരിയിൽ ശ്രീലകത്ത് നമ്മളെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന അതിമനോഹരമായ ഭാവത്തെയാണ് ഉണ്ടമാലയും വനമാലയൊക്കെ ഇട്ടുകൊണ്ട് ആ സന്തോഷത്തിൽ ഭഗവാൻ ഇങ്ങനെ, സന്തോഷം വരുമ്പോഴാണല്ലേ കണ്ണന്റെ കയ്യിൽ എപ്പോഴും നമുക്ക് നിലത്ത് വെക്കാത്ത ആ വേണു, ആ ആ ഭഗവാന്റെ ആ ഓടക്കുഴൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുണ്ടോട് അടുപ്പിക്കുന്നത് എപ്പോഴാണ്? ചുണ്ടോട് അടുപ്പിക്കുന്നത് അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സങ്കടങ്ങൾ മാറ്റാനായിട്ട് ആ വേണുഗാനം ഇങ്ങനെ അതിമനോഹരമായിട്ട് ഇങ്ങനെ
ഓടക്കുഴൽ ഇങ്ങനെ ഊതിക്കൊണ്ട് നമ്മുടെ മനസ്സിനിങ്ങനെ ശാന്തമാക്കിക്കൊണ്ട് സാന്ത്വനമേകിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആ വേണു ഊതുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾക്കിന്ന് ശ്രീലകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ നെയ്ത്തിരി വെട്ടത്തില് ആ 1000 നെയ്ത്തിരി വെട്ടത്തിൽ ഇങ്ങനെ നെയ്വിളക്കിന്റെ ഒക്കെ ശോഭയില് ആ നെയ്യിന്റെ ഒക്കെ ആ വിളക്കിന്റെ ഒക്കെ കത്തുന്ന നെയ്ത്തിരി കത്തുന്ന ആ നെയ്വിളക്കിന്റെ മണം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നു. ആ ഭഗവാന്റെ ആ തുളസിയുടെയും താമരയുടെയും കർപ്പൂരത്തിന്റെയും ഗന്ധത്തിന്റെയും ഒക്കെ മണം, ആ ചന്ദനത്തിരിയുടെ ഒക്കെ മണം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നതായിട്ട്, നമ്മളെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതായിട്ട്, ഭഗവാൻ ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോ നമുക്ക് ഇങ്ങനെ നമ്മളെ ഒന്ന് വലയം ചെയ്യുന്നതായിട്ട്, നമ്മളെ ഒന്ന് ഉടല ഉടലാകെ നമ്മുടെ ശരീരമാകെ ഇങ്ങനെ നമ്മളെ ചുറ്റി ഇങ്ങനെ ആ ഭഗവാന്റെ ആ ഗന്ധം നമ്മളെ ചേർത്ത് പിടിക്കുന്നതായിട്ട്, നമ്മളെ ഇങ്ങനെ എന്താ പറയാ ആശ്വസിപ്പിക്കുന്നതായിട്ട്, സാന്ത്വനപ്പെടുത്തുന്നതായിട്ട്, അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട്, നമ്മുടെ കൂടെ കൂടുന്നതായിട്ട്, നമ്മുടെ കൈ പിടിക്കുന്നതായിട്ട്, അങ്ങനെ ഭഗവാൻ നമ്മളോട് ചേരുന്നതായിട്ട് ആ നീല വെളിച്ചം നമ്മളിലേക്ക് ചേരുകയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെല്ലാം അറിയുന്നുണ്ട്. നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോ ചലനങ്ങളും അറിയുന്ന സശാൽ പൊന്നു ഗുരുവായൂരപ്പനെ ഇങ്ങനെ കാണാൻ, ആ വേണു ഊതി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് കൊതിച്ച് കൊതിച്ച് നിൽക്കുന്ന, ഇങ്ങനെ കാണാനാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഭഗവാന്റെ ഈയൊരു ഉച്ചപൂജ അലങ്കാരത്തിൽ കളഭാലങ്കാരത്തിൽ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മള് കാത്തു കാത്തു നിൽക്കുകയാണല്ലേ. അങ്ങനെ കണ്ണനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്, നമ്മളിലേക്ക് ചേരുന്നതായിട്ട്, നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഒക്കെ നമ്മുടെ മനസ്സിങ്ങനെ കൊതിക്കുകയാണ്. ആ ഭഗവാന്റെ സ്പർശം ഒന്ന് കിട്ടാനായിട്ട് കണ്ണൻ നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതായിട്ട്, ആ വേണുഗാനത്തിലൂടെ നമ്മളിലേക്ക് ലയിച്ച് ചേരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. എല്ലാവരുടെ മനസ്സും ശുദ്ധമാക്കിക്കൊണ്ട് ഭഗവാനെ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട്, ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാനായിട്ട്, പൊന്നുണ്ണിക്കണ്ണന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മുടെ സർവവേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സമർപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തു കാത്തു നിൽക്കുകയാണല്ലേ. വിതുമ്പി നിൽക്കുന്ന നമ്മുടെ ചുണ്ടുകളിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ നാരായണ എന്ന നാരായണ നാമത്തിലൂടെ നമുക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ സാധിക്കട്ടെ. ആ കണ്ണന്റെ ഒപ്പം ഭഗവാന്റെ ആ ഗുരുഭവനപുരിൽ ആ ശ്രീലകത്ത് നിന്ന് നമുക്ക് കണ്ണനെ ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നോടൊപ്പം എത്തിയ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ ശാന്തിയോട് കൂടിയിട്ടുള്ള ശാന്തിയും സമാധാനവും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആ വേണു ഊതുന്ന പൊന്നുണ്ണി കണ്ണന്റെ ആ വേണുഗാനം നമ്മളുടെ മനസ്സിലൂടെ സദാസമയം ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട്, ഒരു ശാന്തത നമ്മളിലേക്ക് കൈവരുന്നതായിട്ട്, എല്ലാവർക്കും മനസ്സിന് സമാധാനം സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതികളെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എന്നെല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളെ എൻ്റെ വാക്കൾ സമർപ്പിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് കാണാനായിട്ട് ഗുരുഭവനയിൽ എത്താൻ സാധിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഭഗവാനെ തൊട്ട് താണ് വണങ്ങിക്കൊണ്ട് നമ്മളൊന്ന് ആ ശ്രീലകത്തു നിന്നൊന്ന് മെല്ലെ തിരിയാണ് അല്ലെ. പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് പോരാൻ ഇഷ്ടമില്ല എങ്കിലും പൊന്നുണ്ണിക്കണ്ണനെ, കണ്ണനുണ്ടല്ലോ കൂടെ, നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളിലേക്ക് എത്തുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, കണ്ണനുണ്ട് കൂടെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എല്ലാ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും
കണ്ണനിലേക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേശ രാധേശ്യാം, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ ബെഡ് റിഡനൊക്കെ ആയി കിടക്കുന്ന, തീരെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കാത്ത ഒത്തിരി പേരുണ്ട് അല്ലേ. ആശുപത്രിയിലൊക്കെ ആയിട്ട് ദുരിതം അനുഭവിക്കുന്ന, രോഗങ്ങളെ കൊണ്ടും മറ്റു ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ മുന്നിലുണ്ടല്ലേ. ഒരു നേരമെങ്കിലും ആ തിരുനടയിലൊന്ന് എത്തി നിൽക്കാൻ സാധിക്കാതെ മനസ്സുകൊണ്ട് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന എത്രയോ ജനലക്ഷങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അവരുടെ എല്ലാവരുടെ അടുത്തേക്ക് എൻ്റെ ഈ ശബ്ദം എത്തട്ടെ എന്ന് ഭഗവാന്റെ വേണുഗാനം എല്ലാവരുടെ മനസ്സിലിങ്ങനെ മുഴങ്ങി, മനസ്സിലിങ്ങനെ ആ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയി ശാന്തി സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, രാധേ കൃഷ്ണ.